ചെറിയൊരു ചാറ്റൽ മഴ പെയ്താൽ പോലും കുഞ്ഞുങ്ങളെ വീടിനകത്തേക്ക് കയറ്റിവിടുന്നവരാണ് മഹാഭൂരിപക്ഷം മലയാളികളും. അതേ മലയാളികൾ തന്നെയാണ് രാത്രിയിൽ പെരുമഴയത്ത് 102 വയസ്സുവരെ ജീവിച്ച വാർദ്ധക്യത്തിന്റെ അങ്ങേ തലയ്ക്കൽ നിന്ന് മരിച്ചുപോയ ഒരു മനുഷ്യനെ കാത്ത് കൈക്കുഞ്ഞുങ്ങളുമായി കാത്തുനിന്നത് കേരളത്തിന്റെ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും. എന്തുകൊണ്ടാവും മനുഷ്യർ ഇങ്ങനെ ഒരു മനുഷ്യനെ കാത്ത് ഇങ്ങനെ അണമുറിയാത്ത സ്നേഹത്തോടെ ഹൃദയവായ്പോടെ കാത്തുനിന്നത്? നമുക്കൊപ്പം തിരുവനന്തപുരത്തു നിന്നും ഇവിടേക്കുള്ള ഈ വലിയ ചുടുകാടിലേക്കുള്ള യാത്രയിൽ മുഴുവൻ അനുഗമിച്ച ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, എങ്ങനെയാണ് ഒരു വാർദ്ധക്യം വരെ ജീവിച്ച സ്വാഭാവിക മരണത്തിലേക്ക് പോയ ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു മനുഷ്യനെ കാത്താണ് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് മനുഷ്യരൊക്കെ റോഡരികിൽ അർദ്ധരാത്രിയിൽ 1 മണിക്ക് 2 മണിക്ക് 3 മണിക്കൊക്കെ കാത്തു നിൽക്കുന്നത്? എന്തായിരിക്കും ആ മനുഷ്യരുടെ ഒരു വികാരത്തെ? എങ്ങനെയാണ് താങ്കൾ അത് ഉൾക്കൊണ്ടത്? കിരൺ, നമ്മൾ അവിടുന്ന് യാത്ര തുടങ്ങുന്നത് 21-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മൾ സെക്രട്ടേറിയറ്റ് മുമ്പിൽ സജ്ജനായി നിൽക്കുകയാണ്. അപ്പോൾ 2 മണിക്ക് മൃതദേഹം എടുക്കുന്നുവെന്ന് നമ്മുടെ അകത്തുനിന്ന് വിവരം കിട്ടുന്നു. നമ്മൾ 2:30-ക്ക് നമ്മൾ ഒരുമിച്ച് ആ വാഹനത്തിലേക്ക് കയറുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു അതായത് ആദ്യത്തെ പോയിന്റ് PMG ആണ്. PMG കഴിഞ്ഞ് പട്ടത്ത് എത്തിയപ്പോഴേക്കും എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഏറെക്കുറെ ഒരു ചിത്രം നമുക്ക് വ്യക്തമായിരുന്നു. അതായത് ഏതാണ്ട് ഒരു മണിക്കൂർ കൊണ്ട്, അല്ലെ പരമാവധി ഗതാഗത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ 1.5 മണിക്കൂർ കൊണ്ട് പിന്നീടാവുന്ന ദൂരമേ കടമ്പാട്ടുകോണം, തിരുവനന്തപുരത്തിന്റെ അതിർത്തിയായ കടമ്പാട്ടുകോണം വരെയുള്ളൂ. പക്ഷേ ആ സമയം പിന്നീട് നമ്മൾ കണ്ടതാണ്. ഓരോ സ്ഥലത്തും എത്ര നേരം നമ്മുടെ വാഹനങ്ങൾ പിടിച്ചിട്ടുണ്ടെന്ന്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റിലും മൃതദേഹം കണ്ട് പുഷ്പാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം ഒരുക്കുന്നതിനപ്പുറത്തേക്ക് ഈ വാഹനം വളയുകയാണ്. ആലങ്കോടും ആറ്റിങ്ങലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ എത്തുമ്പോൾ ഈ മൃതദേഹ പേടകം വഹിച്ചുകൊണ്ടുള്ള വാഹനം തടഞ്ഞുകൊണ്ട് പ്രവർത്തകർ അദ്ദേഹത്തോടുള്ള തങ്ങളുടെ അവസാന സ്നേഹം അത് പ്രകടമാക്കാനുള്ള അവസരമായി ഇത് മാറ്റുമായിരുന്നു. അങ്ങനെയാണ് കടമ്പാട്ടുകോണത്തേക്ക് ഏതാണ്ട് രാത്രി 12:20, അതായത് അന്ന് വൈകിട്ട് 9 മണിക്ക് ഇവിടെ എത്തുമെന്ന് പറഞ്ഞ വിലാപയാത്ര തിരുവനന്തപുരത്തിന്റെ അതിർത്തിയായ കടമ്പാട്ടുകോണം പിന്നിടാൻ അന്ന് രാത്രി 12:20. അങ്ങനെ പറയുമ്പോൾ ഏതാണ്ട് 9.5-10 മണിക്കൂറിലധികം അവിടെ ആളുകൾ തിങ്ങി നിറഞ്ഞ് കാത്തു നിൽക്കുന്നൊരു കാഴ്ച. എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ വന്നപ്പോൾ മഴ പെയ്തു. പക്ഷേ ആ മഴയും തോരാത്ത മഴയും മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നതിന്റെ ക്ഷീണവും അതൊന്നും വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതൊന്നും വകവയ്ക്കാതെയാണ് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട VS-നെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം മുഴക്കിയ ഒരു ആലങ്കോട് സ്വദേശിയുണ്ട്. ആ ആലങ്കോട് സ്വദേശി ഉൾപ്പെടെ നമ്മളോടൊപ്പം ചേർന്നു ആലങ്കോട്. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്. അങ്ങനെ മണിക്കൂറുകളോളം VS ആരായിരുന്നു മലയാളികൾക്കെന്ന്, VS ആരായിരുന്നു പാർട്ടി പ്രവർത്തകർക്കെന്ന്, VS ആരായിരുന്നു പുതുതലമുറയ്ക്ക് എന്നൊക്കെ വ്യക്തമാക്കുന്ന വൈകാരികമായ നിമിഷങ്ങളായിരുന്നു തിരുവനന്തപുരത്തിന്റെ ഓരോ മേഖലയിലൂടെയും ആ മൃതദേഹം കടന്നുപോയ വഴികളിൽ. അരുൺ, VS-ന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന ഭാഗങ്ങളൊക്കെ നേരിട്ട് കാണുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരാളാണ്. ഈ ഏറ്റവും അവസാനം VS കടന്നു വരുമ്പോൾ ആ വാഹനത്തിന് തൊട്ടുമുന്നിൽ നിൽക്കുന്ന മനുഷ്യരൊക്കെ പലരും നിറ കണ്ണുകളോടെയാണ് നിന്നത്. എങ്ങനെയാണ് ഒരു 102-ാം വയസ്സിൽ മരിക്കുന്ന, സാധാരണ വാർദ്ധക്യത്തിന് അങ്ങേ തലക്കിൽ നിന്ന് മരിക്കുന്ന ഒരു മനുഷ്യനെ ഈ ആളുകൾക്ക് ഇത്രയേറെ വൈകാര്യത വരാൻ എന്തായിരിക്കും കാരണം? കിരൺ, ഒരു രാഷ്ട്രീയ നേതാവിനെ പലപ്പോഴും നമ്മൾ രാഷ്ട്രീയ നേതാക്കളെ കളിയാക്കി, അല്ലെങ്കിൽ ഇവരെല്ലാം പൊതുസ്വത്ത് കട്ടുമുടിക്കുന്നവരും അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് ജീവിക്കുന്നവരെ കളിയാക്കാറുണ്ട്. എന്താണ് ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് VS നേതാവിന്റെ ഇൻവെസ്റ്റ്മെന്റ് ചോദിച്ചാൽ അദ്ദേഹം ഈ നാടിന് നൽകിയ ത്യാഗങ്ങൾ തന്നെയാണ്, അദ്ദേഹത്തിന്റെ സേവനങ്ങൾ തന്നെയാണ്. 8 പതിറ്റാണ്ടോളം ഒരു നേതാവ് ഒരു രാഷ്ട്രീയത്തിൽ, അത് കേരളമാകട്ടെ എവിടെയാകട്ടെ, ജനങ്ങൾക്കിടെ നിറഞ്ഞു നിൽക്കുക. ആ 8 പതിറ്റാണ്ടിന് ശേഷവും അദ്ദേഹം മരിക്കുമ്പോൾ ഒരു വാർദ്ധക്യത്തിന്റെ, കിരൺ സൂചിപ്പിച്ച പോലെ പ്രായത്തിന്റെ അങ്ങേ തലക്കൽ 100 വയസ്സ് വരെ ജീവിതം എന്നൊക്കെ പറയുന്നത് അങ്ങനെ എല്ലാവർക്കും സ്വപ്നം കാണാൻ കഴിയുന്നൊന്നുമില്ല. അങ്ങനെ ജീവിച്ച് എല്ലാം നേടി മരിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ കഴിഞ്ഞ 6 വർഷത്തോളം അക്ഷരാർത്ഥത്തിൽ നിശബ്ദനായിരുന്നു. VS-നെ സജീവമായി നമ്മൾ കണ്ട VS-നെ ഒന്നും ഈ 6 വർഷം ഒരിടം കാണാൻ കഴിഞ്ഞിട്ടില്ല, ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം അനാരോഗ്യം അത് അദ്ദേഹം അനുവദിച്ചില്ല. അങ്ങനെ മരിച്ച ഒരു നേതാവിന് വേണ്ടിയാണ് ജനം ഈ ഒരു വികാര വായ്പ പ്രകടിപ്പിക്കുന്നതെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ്, എന്താണ് ജനങ്ങൾക്ക് അദ്ദേഹം അങ്ങോട്ട് നൽകിയത്? അദ്ദേഹം നൽകിയ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ
പലിശയ്ക്കും പലിശയായി ജനം തിരിച്ചു നൽകുന്നത് നമ്മൾ കാണുന്നത്. അത്രയധികം സ്നേഹവായ്പ് ഈ ജനതയ്ക്ക് VS-നോടുണ്ട്. അതുതന്നെയാണ് നേരത്തെ ഡാൻ പറഞ്ഞു വന്നത്. കടമ്പാട്ടുകോണം എന്ന തലസ്ഥാന ജില്ലയുടെ അതിർത്തി പ്രദേശം വരെയുള്ള കാര്യമാണ്. നമ്മൾ സമീപകാലത്തും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ജനങ്ങളുടെ ഒഴുക്കാണ്. ഓരോ പോയിന്റിൽ നിന്നും കിലോമീറ്റർ അകലെയുള്ള അടുത്ത പോയിന്റിലേക്ക് ജനം അക്ഷരാർത്ഥത്തിൽ ഓടിപ്പോവുകയായിരുന്നു. ജനങ്ങൾ നമ്മൾ കണ്ടതാണ്. പ്രായം അവർക്ക് പ്രശ്നമായില്ല, മഴ അവർക്ക് തടസ്സമായില്ല, വെയിൽ അവർക്ക് വെല്ലുവിളിയായില്ല. VS-ന്റെ ആ മൃതദേഹ പേടകത്തിനൊപ്പം ആളുകൾ അക്ഷരാർത്ഥത്തിൽ പാഞ്ഞ് അടുക്കുകയായിരുന്നു ഓരോ പോയിന്റിൽ നിന്നും. അത് തിരുവനന്തപുരം പിന്നിട്ട് കൊല്ലത്തേക്ക് പോകുമ്പോൾ കണ്ടത് കിരൺ, ശരിക്കും തിരുവനന്തപുരത്ത് കണ്ടതിന്റെ എത്രയോ ഇരട്ടി ആളുകൾ കൊല്ലത്ത് ചാത്തന്നൂർ മുതൽ ഓരോ കേന്ദ്രങ്ങളിലും നമ്മൾ കണ്ടു. രാത്രി വെളുപ്പിന് 3:30 കൊല്ലത്തെത്തുമ്പോൾ, കൊല്ലം ചിന്നക്കട എത്തുമ്പോൾ നമ്മൾ അവിടെ കണ്ടതെന്താണ്? കിരൺ, അക്ഷരാർത്ഥത്തിൽ 10,000 അവിടെ ആളുകൾ കാത്തിരിക്കുകയാണ് തങ്ങളുടെ പ്രിയ നേതാവ് വരാൻ. ഉറക്കമില്ലാതെ ശക്തമായ മഴ അവിടെ ഉണ്ടായിരുന്നു. അതുതന്നെയാണ് പിന്നീട് ഇങ്ങോട്ട് ആലപ്പുഴയിലേക്ക് അദ്ദേഹത്തിന്റെ മണ്ണിലേക്ക് വരുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര സ്നേഹവായ്പ് ജനം VS എന്ന നേതാവിന് വേണ്ടി കാത്തുവച്ചിരുന്നു. അതവർക്ക് ഇനിയും കൊടുത്തു മതിയാകുന്നില്ല. അതുതന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്ന കാഴ്ചകൾ പോലും. VS അച്യുതാനന്ദനെ പോലെ ഒരു നേതാവ് ജീവിച്ചിരുന്ന കാലത്ത് കേരളത്തിൽ ജീവിച്ചിരിക്കാനും അവിടെ മാധ്യമപ്രവർത്തനം നടത്താനും കഴിഞ്ഞു എന്നതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ചരിത്രത്തിന്റെ ഭാഗം കൂടിയാവുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഴുവൻ നേതാവായി നിൽക്കുമ്പോഴും, ഇന്ത്യ ആകെ അംഗീകരിക്കുന്ന നേതാവായി നിൽക്കുമ്പോഴും ആലപ്പുഴയുടെ ഒരു വൈകാര്യതയാണ് VS. എങ്ങനെയാണ് ഈ ആലപ്പുഴ ജില്ല, യഥാർത്ഥത്തിൽ ആലപ്പുഴ ജില്ലയിലൂടെയാണ് ഏറ്റവും വേഗത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹ പേടം വഹിച്ചുകൊണ്ടുള്ള യാത്ര കടന്നുപോയത്. മറ്റു ജില്ലകളെക്കാൾ ഏറെ വേഗത്തിൽ, സമയം അത്രത്തോളം വൈകിയിരുന്നു. ഇവിടെ അപ്പോഴും കാത്തു നിൽക്കുന്ന മനുഷ്യർ, അതൊക്കെ കണ്ടതാണ് ശരണ്യ. എങ്ങനെയാണ് ശരണ്യ അതിനെ ഓർക്കുന്നത്? തീർച്ചയായിട്ടും കിരൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് VS അച്യുതാനന്ദന് ഉണ്ടായിരുന്ന ഒരു കാലത്ത് മാധ്യമപ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായി, അദ്ദേഹത്തോട് ഇടപഴകാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഭാഗ്യമായി ഓർത്തെടുക്കുകയാണ്. തീർച്ചയായും ആലപ്പുഴയുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്, പുന്നപ്രയുടെ മുത്താണ്. അതുകൊണ്ട് തന്നെ VS എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. ആലപ്പുഴ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംസ്ഥാനത്തിന്റെ ഒട്ടുമിക്ക ഇടങ്ങളിൽ നിന്നും ആളുകൾ പുന്നപ്രയിലെ വയലാറിലെ വീട്ടിലേക്കും നമ്മൾ ഈ കാണുന്ന രക്തസാക്ഷികൾ ഉറങ്ങുന്ന ഈ മണ്ണിലേക്കുമൊക്കെ ഒഴുകിയെത്തി ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത് പോലെയായിരുന്നു ജനത ഇവിടേക്ക് എത്തിയെന്നുള്ളതാണ്. തലേദിവസം നമ്മൾ, അതായത് 3 ദിവസം മുമ്പ് ആണ് തിരുവനന്തപുരത്ത് നിന്ന് അറിയിപ്പ് കിട്ടുന്ന ഘട്ടം മുതൽ തന്നെ വേലിക്കകത്ത് വീട് ജനനിബിഡമായി തുടങ്ങിയിരുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മൾ വിചാരിക്കുന്നത് പിറ്റേ ദിവസം രാത്രിയോടെ കൂടി എത്തും, 9 മണിയോട് കൂടി ആലപ്പുഴയിലേക്ക് എത്തും എന്നൊക്കെ കരുതി നമ്മൾ ഇവിടെ തയ്യാറെടുപ്പോട് കൂടി നിൽക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് എത്തുന്ന നിരവധി ആളുകൾ ഇവിടേക്ക് എത്തി. മലപ്പുറവും കണ്ണൂരും കോഴിക്കോടും അടക്കമുള്ള വടക്കൻ മേഖല മുഴുവൻ ഇവിടേക്ക് ഒഴുകിയെത്തി. ഏറ്റവും അച്ചടക്കത്തോടെ ആളുകൾ ഈ VS-നായി, പ്രിയ നേതാവിനായി കാത്തിരിക്കുന്ന കാഴ്ച കണ്ടു. വലിയ ക്രൗഡ് ആലപ്പുഴയിൽ നിറഞ്ഞിട്ടും ഒരിടത്ത് പോലും ആരും ആ ക്ഷമ കൈവിടാതെ വളരെ വലിയ അച്ചടക്കത്തോടുകൂടി VS-നെ കാത്തു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. VS-ന്റെ വേലിക്കകത്ത് വീട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ, അതായത് VS ആലപ്പുഴയിലേക്ക് എത്തും എന്നറിഞ്ഞ് നമ്മൾ അവിടേക്ക് എത്തുന്ന ആ സമയത്ത് രാവിലെ 5:30 എത്തുമ്പോൾ പോലും ആ വീടിന്റെ പുറത്തേക്കുള്ള, നല്ല മഴയുണ്ട്, പക്ഷേ വീടിന്റെ പുറത്തേക്കുള്ള വഴികളും ആ വീടിനകവും എല്ലാ പരിമിതികളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഭക്ഷണം പോലും കഴിക്കാതെ രാത്രി മുതൽ അവിടെ കാത്തുനിന്ന മനുഷ്യരെയാണ് നമ്മൾ കണ്ടത്. VS വരും എന്നറിയിച്ചു, അതായത് ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നു എന്നറിയിച്ചപ്പോൾ തന്നെ ആ വീടിന് ഉൾക്കൊള്ളാവുന്ന ആ പരിമിതികൾക്കപ്പുറത്തേക്ക് ആളുകൾ എത്തിയിരുന്നു. ഇരുന്ന മനുഷ്യർ ഭക്ഷണം കഴിക്കാതെ മണിക്കൂറുകളോളം വെള്ളം പോലും കുടിക്കാതെ കാത്തുനിന്ന മനുഷ്യർ പിന്നീട് എഴുന്നേറ്റു. ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നു എന്ന് അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ അവിടെ ഒരു TV വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കണ്ടപ്പോൾ തന്നെ ആളുകൾ കൂട്ടത്തോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എത്ര മണിക്കൂറാണ് ആ മനുഷ്യർ അങ്ങനെ നിന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എപ്പോഴും ആലപ്പുഴ, നമുക്കറിയാം, പുന്നപ്രയിലേക്ക്, വയലാറിലേക്ക് VS എത്തുമ്പോൾ ഒരു കടൽ ഇരമ്പുന്ന പോലെയാണ് ജനം ആർത്തിരമ്പുക. ആ ഇരമ്പൽ ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നു, ഓച്ചിറ കടന്നു എന്ന് കഴിഞ്ഞ ഘട്ടത്തിൽ തന്നെ ആ ഇരമ്പൽ നമ്മൾ വീണ്ടും കേൾക്കുകയാണ്. മാധ്യമപ്രവർത്തന രംഗത്ത് പലപ്പോഴും നമ്മൾ കേട്ട ആ ഇരമ്പൽ, ആ കടലായ ഓച്ചിറ മുതൽ ആലപ്പുഴയിലെ വേലിക്കകത്ത് വീടും ഈ കാണുന്ന രക്തസാക്ഷി മണ്ഡപവും റിക്രിയേഷൻ ഗ്രൗണ്ടുമൊക്കെ നിറഞ്ഞു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പരമാവധി ആളുകൾ നീങ്ങുക, കാരണം അവിടെയാണ് കുറച്ചുകൂടി ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അവിടെ ആളുകൾക്ക് വേഗത്തിൽ കണ്ടിറങ്ങാൻ കഴിയും. CPM DC-യിലോ അല്ലെങ്കിൽ വേലിക്കകത്ത് വീട്ടിലേക്കോ അത്രയധികം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയായിരുന്നുള്ള VS ഒന്ന് കയറി വന്നപ്പോൾ ആ ഒരു ഇരമ്പൽ അകത്തേക്ക് ആർത്തുലച്ചു വരികയും VS മരിക്കുന്നില്ല എന്നുള്ള, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നുള്ള മുദ്രാവാക്യങ്ങൾ
ഉയർന്നു വരികയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. പല നേതാക്കന്മാരും മരണപ്പെടുകയും അവർ നമ്മളോട് അന്ത്യയാത്രാമൊഴി പറയുകയും ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഒരു അനുഭവമായിരുന്നു അതെന്നുള്ളതാണ്. കാത്തുനിന്ന മനുഷ്യർ, ഭക്ഷണം കഴിക്കാതെ കാത്തുനിന്ന മനുഷ്യർ, ഒരു തുള്ളി വെള്ളത്തിനപ്പുറത്തേക്ക് കോരിച്ചൊരിയുന്ന മഴയ്ക്ക് മുന്നിലും ഒന്നും അവരെ ബാധിച്ചില്ല എന്നുള്ളതാണ് കിരൺ ഏറ്റവും വലിയ സത്യം. നമ്മളുടെ വീടുകളിലൊക്കെ പ്രായമായ മനുഷ്യർ ചിലപ്പോൾ അവശരായി വീട്ടിൽ കിടപ്പ് അവസ്ഥയിലൊക്കെ വാർദ്ധക്യത്തിൽ നിൽക്കുന്നുണ്ടാവും. പക്ഷെ അപ്പോഴും വീട്ടിലെ എല്ലാ മനുഷ്യർക്കും ഒരു ധൈര്യമാണ്. ആ മനുഷ്യർ അവിടെ ഉണ്ട്. എന്റെ അച്ഛൻ അല്ലെങ്കിൽ അപ്പൂപ്പൻ, എന്റെ അമ്മാവൻ, അമ്മാവി അല്ലെങ്കിൽ അമ്മൂമ്മയൊക്കെ അവിടെ ഉണ്ട്. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ആ വീട്ടിലേക്ക്. പക്ഷേ ആ കിടപ്പിൽ നിൽക്കുമ്പോഴും മനുഷ്യർക്ക് ഒരു ധൈര്യമാണ്, ഇങ്ങനെ ഒരാൾ എന്റെ വീട്ടിലുണ്ട് എന്നുള്ളത്. ആ മട്ടിൽ കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് ഒരു ധൈര്യമായിരുന്നു. കേരളത്തിന്റെ കാവലാളായി VS അച്യുതാനന്ദൻ എന്ന നേതാവുണ്ട്. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, ജനകീയ വിഷയങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ, ഞങ്ങൾക്ക് വേണ്ടി ഉറച്ചു ശബ്ദിക്കാൻ ഇങ്ങനെ ഒരു നേതാവുണ്ട് എന്നുള്ളത്. ആ കാവലാളിനെയാണ് കേരളത്തിന് നഷ്ടമായത്. അതുകൊണ്ട് തന്നെയാണ് കേരളം ഇന്നോളം ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് അത്രമേൽ വൈകാരികതയോടുകൂടി ഓരോരുത്തരുടെയും മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് മുദ്രാവാക്യം വിളിക്കുമ്പോൾ നമുക്ക് കേൾക്കാം അവരുടെ കൈകൾ വിറയ്ക്കുകയാണ്, ശബ്ദം ഇടറുകയാണ്. അവർക്ക് ഹൃദയത്തിൽ നിന്നാണ് ഓരോ മുദ്രാവാക്യം വിളിയും ഉയർന്നത്. അത്രമേൽ ഈ കേരളത്തിന്റെ ഹൃദയത്തോട് ചേർന്നു നിന്ന മനുഷ്യന് ഈ ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച്, കേരളത്തിന്റെ ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ യാത്രാമൊഴിയാണ് കേരളം നൽകിയത്.